ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ ഒറോട്ടിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു തേങ്ങ ഒറോട്ടി ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. സ്റ്റൂവിൻ്റെ കൂടെയും കടലക്കറിയുടെ കൂടെയും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ചു. ഞാൻ ഈ ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. വെള്ളം ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ 1 കപ്പ് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പം തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. അത് നമുക്ക് തന്നെ അകത്തേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കണം. ഞാൻ അരിപ്പൊടി എടുത്ത ആ സെയിം ഗ്ലാസ് തന്നെയാണ് കേട്ടോ 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അപ്പം ആ കറക്റ്റ് അളവ് അതാണ് കേട്ടോ. ഇനി ഞാനത് കുഴച്ചെടുത്ത ശേഷം ചപ്പാത്തി പലകയുടെ മുകളിലിട്ട് കൈകൊണ്ടൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ്. കുഴച്ചെടുത്ത മാവ് ഞാൻ ഈ ചപ്പാത്തി പലകയ്ക്കകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 സ്പൂണ് നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ ഇവിടെ നല്ല ചൂടോടുകൂടിയാണ് കേട്ടോ കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ജീരകം ഇട്ട ടേസ്റ്റാണ്. പക്ഷേ ഞാനിവിടെ ജീരകം ഇടുന്നില്ല. നല്ല കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. വാഴയില വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മാവ് എടുത്തിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ പരത്തി കൊടുക്കുകയാണ്. ഞാൻ കൈ കൊണ്ട് തന്നെ പരത്തിയിട്ട് ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തതാണ് കേട്ടോ. ഇത് നമുക്ക് ഇത്രയും കട്ടി വേണം കേട്ടോ. കുറച്ച് കട്ടി വേണം. ഇനി നമുക്ക് പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നിങ്ങളത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും, ഉള്ളു വേവത്തുമില്ല. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഒറോട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇത് പുഴുക്കലരിയുടെ അരിപ്പൊടിയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ കളർ വൈറ്റ് കളർ അല്ലാത്തത്. പുട്ടിന് ഞാൻ ഈ അരിപ്പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ തേങ്ങ ഒറോട്ടി റെഡി ആയിട്ടുണ്ട്. അത് നോക്കിയേ. അപ്പോൾ ഇത് കടലയോടെയും സ്റ്റൂവിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.